കടുത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ചൂട് 41 ഡിഗ്രിക്ക് മുകളിലാണ്. കണ്ണൂരിൽ മില്ല് ജീവനക്കാരനും കോഴിക്കോട് അങ്കണവാടി ടീച്ചർക്കും സൂര്യാതപമേറ്റു. വേനൽ മഴയ്ക്ക് പിന്നാലെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ പവർ കട്ട് ഭീഷണി ഒഴിഞ്ഞു. സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യവാരത്തോടെ ആരംഭിച്ച ചൂട് കൂടുകയാണ്. ഇതിന് പിന്നാലെയാണ് പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. 3 ജില്ലകളിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. 2024 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനിടെ കണ്ണൂർ മട്ടന്നൂരിൽ വയോധികന് സൂര്യതപമേറ്റു. നെടുവോട്ടുംകുന്നിലെ ലക്ഷ്മി നിവാസിൽ മധുസൂദനാണ് സൂര്യതപമേറ്റത്. മരമില്ലിലെ ജീവനക്കാരനായിരുന്ന മധുസൂദന് കൈക്കാണ് പൊള്ളലേറ്റത്. കടുത്ത ഉഷ്ണം മാറ്റമില്ലാതെ തുടരുന്നതോടെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പാലക്കാട് ചൂട് 41.1 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. ഈ വർഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണിത്. കൊല്ലത്ത് 39.8 ഡിഗ്രി സെൽഷ്യസും തൃശൂരിൽ 39.3 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. സംസ്ഥാനത്ത് പല ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കന്യാകുമാരി മുതൽ തെലങ്കാന വരെ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതിനാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴ ലഭിച്ചതോടെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. 6000 മെഗാവാട്ടിന് താഴെയായി വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. ഇതോടെ തൽക്കാലം പവർ കട്ട് വേണ്ടിവരില്ലെന്ന വിലയിരുത്തലിലാണ് വൈദ്യുതി വകുപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.